പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കാർത്തവീര്യനും പരശുരാമനും എന്നതാണ്. ദ്വാപരയുഗത്തിൽ ഋഷികന്റെയും സത്യവതിയുടെയും പുത്രനായി ജമദഗ്നി എന്നൊരു താപസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസേനജിത്ത് എന്ന രാജാവിൻ്റെ പുത്രി രേണുകയെ വിവാഹം ചെയ്തു. അക്കാലത്ത് ദത്താത്രേയ പ്രസാദത്താൽ സ്വർണ വിമാനവും ലോകാധിപത്യവും കാർത്തവീര്യാർജുനൻ നേടിയിരുന്നു. അങ്ങനെ അദ്ദേഹം രാജാവായി. വരലബ്ധിയിൽ കിട്ടിയ അധികാര മതത്താൽ രാജാവ് ദേവ യക്ഷ ബ്രാഹ്മണ താപസന്മാരെ എല്ലാം ദ്രോഹിക്കാൻ തുടങ്ങി. ഉപദ്രവം സഹിക്കാനാവാതായതോടെ അവർ കൂട്ടമായി വിഷ്ണു ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ ജമദഗ്നിപുത്രനായി അവതരിച്ചു നിങ്ങളുടെ ദുഃഖഭാരം തീർക്കാം എന്ന് സമാധാനപ്പെടുത്തി വിട്ടു. ജമദഗ്നിക്കും രേണുകയ്ക്കുമായി 5 പുത്രന്മാർ ഉണ്ടായി. ചിത്രരഥൻ എന്ന രാജാവ് തോഴിമാരുമായി നദിയിൽ ജലക്രീഡ നടത്തുകയായിരുന്നു. ആ സമയം രേണുക പുഴയിൽ കുളിക്കാൻ വന്നു. തോഴികളുമായി കളിച്ചുകൊണ്ടിരുന്ന രാജാവിൻ്റെ ശരീരഭംഗി കണ്ട് രേണുക ആകൃഷ്ടയായി. രാജാവിൻ്റെ സൗന്ദര്യം രേണുകയുടെ മനസ്സിലെ കാമത്തെ മതിക്കാൻ തുടങ്ങി. അവർ കാമത്തിന് അടിമയായി. അവർ അറിയാതെ സ്രവമുണ്ടായി. കുളി കഴിഞ്ഞു. ആശ്രമത്തിൽ എത്തിയപ്പോൾ ഭർത്താവ് രേണുകയുടെ മുഖത്ത് ഒന്ന് നോക്കി. അവരുടെ തവ ചൈതന്യത്തിന് ഭംഗം വന്നതായി തോന്നി. ഇതിൻ്റെ കാരണം മുനി മനസ്സിലാക്കി. അദ്ദേഹത്തിന് ക്രോധം ജ്വലിച്ചു. ആ സന്ദർഭത്തിൽ മൂത്ത 4 പുത്രന്മാരും അടുത്തുണ്ടായിരുന്നു. അവരോട് അമ്മയെ വധിക്കാൻ ആവശ്യപ്പെട്ടു. അവർ ആ പാപം ചെയ്യാൻ തയ്യാറായില്ല. അച്ഛൻ 4 പുത്രന്മാരെയും ശപിച്ചു. ശാപത്താൽ 4 പേരും മൃതതുല്യരായിത്തീർന്നു. അപ്പോൾ 5ാമത്തെ മകൻ രാമൻ വന്നു. അമ്മയെ വധിക്കാൻ ആവശ്യപ്പെട്ടു. പിതൃവാക്യം ഗുരുവാക്യമായി കരുതി രാമൻ ആ ദൗത്യം നടപ്പിലാക്കി. അച്ഛന് സന്തോഷമായി. രാമ, നീ ആവശ്യമായ വരം ചോദിച്ചോളൂ, അച്ഛൻ പറഞ്ഞു. അച്ഛാ, എൻ്റെ അമ്മ ഇപ്പോൾ സംഭവിച്ചതൊന്നും അറിയാൻ പാടില്ല. പഴയതുപോലെ ജീവിക്കണം. ചെയ്ത കർമ്മത്തിൻ്റെ പാപം എന്നിൽ ഏൽക്കരുത്. എൻ്റെ ജ്യേഷ്ഠന്മാരുടെ ശാപം ഇല്ലാതാവണം. ഞാൻ യുദ്ധത്തിൽ അജയനാവണം എന്ന വരങ്ങൾ രാമൻ ചോദിച്ചു. അവയെല്ലാം അതേപടി അനുഗ്രഹിച്ചു കൊടുത്തു. ഒരിക്കൽ കാർത്തവീര്യാർജുന രാജാവ് വരലബ്ധിയിൽ അകന്ത പൂണ്ട് തന്നോട് മല്ലടിക്കാൻ ആളെ അന്വേഷിച്ച് നടക്കുമ്പോൾ വരുണാലയത്തിലെത്തി. അവിടെ ശരപ്രയോഗം ചെയ്തുകൊണ്ടിരിക്കെ വരുണദേവൻ തൊഴുകൈയുമായി പ്രത്യക്ഷനായി. രാജാവിനോട് എന്താണ് എന്നിൽ നിന്നും ആവശ്യമായിട്ടുള്ളത് പറഞ്ഞാലും. എൻ്റെ കൂടെ യുദ്ധം ചെയ്യുവാൻ എനിക്ക് തുല്യനായി ഭൂമിയിൽ ആരുണ്ട് എന്ന് പറയണം.
അഗ്നിദേവൻ വരുണദേവൻ ജമദഗ്നിയുടെ പുത്രന്മാരിൽ ഇളയവനായ രാമൻ അങ്ങയോട് യുദ്ധം ചെയ്യുവാൻ പ്രാപ്തനാണ് എന്ന് വരുണദേവൻ പറഞ്ഞു. അത് കേട്ട ഉടനെ കാർതവീര്യൻ പരിവാരങ്ങളുമായി രാമനെ അന്വേഷിച്ചു അവിടെ എത്തി. ആശ്രമത്തിൽ രേണുക മാത്രമാണ് ഉണ്ടായിരുന്നത്. രാജാവിന് ആതിഥ്യം കൊടുത്ത് സൽക്കരിച്ചെങ്കിലും യുദ്ധമതമിളകി നിൽക്കുന്ന രാജാവ് അതൊന്നും സ്വീകരിക്കാതെ അവിടെ ഉണ്ടായിരുന്ന വൃക്ഷങ്ങളെ വെട്ടിയിടുകയും കാമധേനുവിൻ്റെ കുട്ടിയെ ബലാത്കാരമായി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. മുനി വന്നതും കാര്യങ്ങളെയെല്ലാം അറിഞ്ഞു. ഉണ്ടായ സംഭവങ്ങൾ രാമനോട് പറഞ്ഞു. ക്രോധം കൊണ്ട് രാമൻ മഴുവുമായി കാർതവീര്യന്റെ കൊട്ടാരത്തിൽ ചെന്നു രാജാവിനെ വിളിച്ചു. തക്ക അവസരമാണെന്ന് കരുതി രാമനെ കീഴ്പ്പെടുത്താനായി യുദ്ധസന്നദ്ധനായി രാജാവ് വന്നു. രണ്ടുപേരും യുദ്ധം ചെയ്തു. രാമൻ കാർതവീര്യന്റെ 1000 കൈകളും പനംപട്ട വെട്ടിയിടുന്ന പോലെ അരിഞ്ഞിടുകയും രാജാവിനെ വധിക്കുകയും ചെയ്തു. രാജാവ് വധിക്കപ്പെട്ട വിവരം കാർതവീര്യാർജുനന്റെ മക്കൾ അറിഞ്ഞു. അവർ രാമനോട് പകരം വീട്ടാനായി പുറപ്പെട്ടു. ആശ്രമത്തിൽ ചെന്നപ്പോൾ രാമനെ കണ്ടില്ല. തിരയുന്നവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ കൊല്ലുക എന്നതാണ് ഖലന്മാരുടെ നിയമം. ജമദഗ്നി ധ്യാനത്തിൽ ഇരിക്കുന്നത് കണ്ടു. രാമന് പകരം അച്ഛനെ വെട്ടിക്കൊന്നു. പുഷ്പവും ഫലവുമായി വരുന്ന രാമൻ അച്ഛൻ വിളിക്കുന്ന ശബ്ദം കേട്ട് വേഗം വന്ന് നോക്കി. അദ്ദേഹത്തിൽ നിന്നും പ്രാണൻ പിരിയുന്ന കാഴ്ചയാണ് കാണാൻ ഇടയായത്. അച്ഛൻ്റെ ദേഹം താങ്ങിയെടുത്ത് ദുഃഖിച്ചു. ക്രോധത്തെ ഉള്ളിൽ താൽക്കാലികമായി ഒതുക്കി താൻ കാരണമാണ് അച്ഛന് ഈ ദുർഗതി ഉണ്ടായത്, ഇതിന് ഉടനെ പകരം വീട്ടണം എന്ന് ചിന്തിച്ചു. ഈ ഭൂമിയിൽ ഇനി അവർ കാണരുത്. ക്രോധാഗ്നി ജ്വലിച്ചു. മഴുവും പിടിച്ച് നടന്നു. കാർതവീര്യാർജുനന്റെ കൊട്ടാരത്തിലെത്തി. ചോദ്യങ്ങൾ ഒന്നും ഉണ്ടായില്ല. രാജപുത്രന്മാരെ എല്ലാം വധിച്ചു. ക്രോധം അടങ്ങിയില്ല. ബന്ധുക്കളെയും വധിച്ചു. ക്രോധാഗ്നി ആളിക്കത്തുന്നു. ഭൂമിയിലുള്ള ക്ഷത്രിയരെ മുഴുവനും കൊന്നു. എന്നിട്ടും ദേഷ്യം അടങ്ങാതെ ഭൂമിയെ 21 പ്രാവശ്യം ചുറ്റി നടന്ന് ശേഷിച്ചവരെ എല്ലാം കൊന്നു. ക്ഷത്രിയ വംശത്തിൽ ഒരു പുരുഷനും ബാക്കിയായില്ല. ആ അവസരത്തിൽ രാമന്റെ കോപത്തെ ശമിപ്പിക്കാനായി ഋഷികമുനി ആഗതനായി. രാമ, നീ ബ്രാഹ്മണനാണ്. നിനക്ക് ചേർന്ന കർമ്മമല്ല നീ ചെയ്യുന്നത്. ഇത് ഉപേക്ഷിക്കണം എന്ന് ഉപദേശിച്ചു. അദ്ദേഹത്തിൻ്റെ ഉപദേശത്താൽ രാമൻ ശാന്തനായി. ക്ഷത്രിയ രക്തം കൊണ്ട് 5 തടാകമുണ്ടാക്കി ശമന്ത പഞ്ചകം എന്ന് പേരിട്ടു. പിതൃകർമ്മങ്ങൾ അതിൽ ചെയ്ത ശേഷം മേരു പർവ്വതത്തിലേക്ക് തപസ്സിനു പോയി. ക്ഷത്രിയ കുലത്തിൽ പുരുഷ പ്രജകൾ വധിക്കപ്പെട്ടതിനാൽ ആ വംശത്തിലെ സ്ത്രീകളെല്ലാം വിധവകളായി. വിവാഹപ്രായമുള്ള പെൺകുട്ടികളുമുണ്ട്. കാമൻ മതിക്കുന്ന പ്രായം. ആ കാലത്ത് ബ്രാഹ്മണരിൽ പലരും സഞ്ചാരികളായിരുന്നു. അവർക്ക് വഴിമധ്യേ അന്നത്തിനും വിശ്രമത്തിനുമായി സത്രങ്ങൾ ഉണ്ടാവും. സത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പുരുഷന്മാർ ഇല്ലാത്തതിനാൽ സ്ത്രീകളാണ് നടത്തിയിരുന്നത്. ഇരുമ്പും കാന്തവും അടുത്താൽ
വലിച്ചു പിടിക്കും പോലെ സ്ത്രീകളുടെ കാമപൂരണത്തിനായി ബ്രാഹ്മണരെ ആശ്രയിച്ചു. ആ കാലത്ത് അത് തെറ്റല്ല. ഇവിടെ പുത്രലബ്ധിയേക്കാൾ പ്രാധാന്യം കാമപൂർത്തിക്കാണ്. അനുവദനീയമായ പുരുഷധുണ നഷ്ടമായതാണ് പ്രശ്നം. ക്ഷത്രിയ കുലത്തിൽ പുരുഷ പ്രജകൾ ഉണ്ടായി. ഇതിനെ സംബന്ധം എന്നാണ് പറയുന്നത്. പഴയതുപോലെ ക്ഷത്രിയ കുലം വളർന്നു പന്തലിച്ചു. ബ്രാഹ്മണർ കുറവായതിനാൽ ചില സ്ത്രീകൾ താഴ്ന്ന വർണ്ണത്തിൽപ്പെട്ടവരുമായും സംബന്ധിച്ചിരുന്നു. അങ്ങനെ ഉണ്ടായ കുട്ടികളെ ക്ഷത്രിയരായി അംഗീകരിക്കില്ല. അവർക്ക് തൊഴിൽ കൊടുത്ത് ജാതിനാമവും കൽപ്പിക്കും. കാലാന്തരത്തിൽ ശങ്കരവർഗം പെരുകി. വർണ്ണവ്യവസ്ഥ ജീർണിച്ചു. തൊഴിൽ അടിസ്ഥാനത്തിൽ ജാതി വ്യവസ്ഥ വന്നു. ബ്രാഹ്മണർ വേദപണ്ഡിതരും തപസ്വിയുമാകയാൽ 10 ഗുണം 10 ഗുണം എന്ന പോലെ ക്ഷത്രിയ സ്ത്രീകളിലുണ്ടായ സന്തതികളിൽ ബുദ്ധി സാമർഥ്യവും നല്ല സൗന്ദര്യവും ഉണ്ടായിരുന്നു. ചന്ദനത്തിൽ ചാരിയാൽ ചന്ദനമാണല്ലോ മണക്കുക. സംബന്ധവേളയിൽ രണ്ടാമനായി വേറെ ആൾ വന്നാൽ ചില ചിഹ്നങ്ങൾ ഉമ്മറത്ത് കാണും. മാമ്പഴ രസം കവരാൻ വരുന്ന ഈച്ചകളെപ്പോലെ ബ്രാഹ്മണർ സ്ത്രീസുഖം അനുഭവിക്കാനായി തേടിവരവായി. അപ്പോൾ കിണ്ടി കമഴ്ത്തിയോ ചൂട്ടിക്കെടുത്തിയോ വെച്ചു കാണും. അപ്പോൾ അവർ അടുത്ത സ്ഥലം നോക്കി പോകും. ജാരസന്തതികളിലൂടെ തൊഴിൽ ജാതി രൂപം കൊണ്ടത്. കാലാന്തരത്തിൽ ഭരണ സംവിധാനം മാറി. ജനാധിപത്യ വ്യവസ്ഥ വന്നതോടെ സപ്തജാതി നിലവിൽ വന്നു. തൊഴിൽ ജാതി ചോദിച്ചറിയേണ്ട ആവശ്യമില്ല. കുലത്തൊഴിൽ അറിയുമ്പോൾ തന്നെ അവർ ഇന്ന ജാതിയാണ് എന്ന് മനസ്സിലാവും. സപ്തജാതിയെ മനസ്സിലാക്കാനായി ചിഹ്നങ്ങൾ ഒന്നുമില്ല. ജാതി പറഞ്ഞാലും ചോദിച്ചാലും കുറ്റമാണ്. ജാതി ഇല്ലെങ്കിൽ രേഖകൾ ഒന്നും കിട്ടുകയുമില്ല. ഇങ്ങനെ അർത്ഥശൂന്യമായ ജാതി നിലനിൽക്കുന്നു. ഹരി ഓം.